നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കച്ചേരിത്താഴത്ത് കാന നിർമ്മാണം, കാവുമ്പടി റോഡിലേക്കുള്ള ഗതാഗതത്തിന് നിയന്ത്രണം. കച്ചേരിത്താഴത്ത് നിന്നും കാവുമ്പടി റോഡിലേക്കുള്ള പ്രവേശനത്തിനും കാവുമ്പടി റോഡിൽ നിന്നും കച്ചേരിത്താഴത്തേക്കുള്ള പ്രവേശനത്തിനും നിരോധനം. ജോലികൾ അവസാനിക്കുന്നതിനനുസരിച്ച് നിയന്ത്രണത്തിൽ മാറ്റം വരും. ശ്രീനാരായണ ഗുരുദേവ മഹാസമാധി ദിനം ഒരുക്കങ്ങൾ പൂർത്തിയായി. ഗുരുപൂജയിൽ നൂറുകണക്കിന് ഗുരുദേവ ഭക്തർ ഉപവാസവും പ്രാർത്ഥനയും അനുഷ്ഠിക്കും. ഓൾ കേരള നോട്ടറി അഡ്വക്കേറ്റ്സ് ഫോറം തെരഞ്ഞെടുപ്പ് നടത്തി. ജില്ലാ പ്രസിഡന്റായി ജോണി മെതിപ്പറയെ തിരഞ്ഞെടുത്തു. വിവിധ കോർട്ട് സെന്ററുകളിൽ നിന്നുള്ള നോട്ടറി അഭിഭാഷകർ പങ്കെടുത്തു. മൂവാറ്റുപുഴ ഉപജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാർ. ചാമ്പ്യൻഷിപ്പ് നടത്തിയത് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ഗ്രൗണ്ടിൽ തളബീത്ത് സ്കൂളിനെ പരാജയപ്പെടുത്തിയാണ് വിജയം. മൂവാറ്റുപുഴ റിവർ ടൂറിസം ഫെസ്റ്റ് 26 മുതൽ 28 വരെ നടത്തപ്പെടും. ഫെസ്റ്റ് നടക്കുന്നത് ത്രിവേണി സംഗമം നടപ്പാതിൽ. ഫെസ്റ്റിന്റെ ലോഗോ പ്രകാശനം ശനിയാഴ്ച. വാർത്തകൾ വിശദമായി. കച്ചേരിത്താഴത്ത് കാന നിർമ്മാണത്തിന്റെ ഭാഗമായി കാവമ്പടി റോഡിലേക്കുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. കച്ചേരിത്താഴത്ത് നിന്നും കാവമ്പടി റോഡിലേക്കുള്ള പ്രവേശനത്തിനും കാവമ്പടി റോഡിൽ നിന്നും കച്ചേരിത്താഴത്തേക്കുള്ള പ്രവേശനത്തിനുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കച്ചേരിത്താഴത്ത് കാന നിർമ്മാണത്തിന്റെ ഭാഗമായി കാവമ്പടി റോഡിലേക്കുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. കച്ചേരിത്താഴം അന്ത്രു ജ്വല്ലറിയുടെ ഭാഗത്തു നിന്നും ഷാജൻ ജ്വല്ലറിയുടെ ഭാഗത്തേക്ക് ഓട ക്രോസ് ചെയ്യുന്നതിന്റെ ജോലികളാണ് ആരംഭിച്ചിരിക്കുന്നത്. ജോലികൾ ആരംഭിച്ചതോടെ കാവമ്പടി റോഡിലേക്കുള്ള പ്രവേശനത്തിനും കാവമ്പടി റോഡിൽ നിന്നും കച്ചേരിത്താഴത്തേക്കുള്ള പ്രവേശനത്തിനും നിരോധനം ഏർപ്പെടുത്തി. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ TB റോഡിൽ നിന്നുള്ള ബൈ റോഡിലൂടെയോ PO ജംഗ്ഷനിൽ നിന്ന് പോലീസ് സ്റ്റേഷന് മുന്നിലൂടെയോ ഉള്ള റോഡിലൂടെയോ വരേണ്ടതാണ്. ജോലികൾ അവസാനിക്കുന്നതനുസരിച്ച് നിയന്ത്രണത്തിൽ മാറ്റം വരുത്തും. ശ്രീനാരായണ ഗുരുദേവ മഹാസമാധി ദിനം ആചരിക്കുന്നതിന് കടാതി ശാഖയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. സെപ്റ്റംബർ 21 രാവിലെ 9 ഗുരുപൂജ നടക്കും. ക്ഷേത്രം ശാന്തിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗുരുപൂജയിൽ നൂറുകണക്കിന് ഗുരുദേവ ഭക്തർ ഉപവാസവും പ്രാർത്ഥനയും അനുഷ്ഠിക്കും. തുടർന്ന് നടക്കുന്ന സമാധി ദിന സമ്മേളനത്തിൽ SNDP യോഗം മൂവാറ്റുപുഴ യൂണിയൻ നേതൃത്വം സമാധി ദിന സന്ദേശം നൽകും. നെടുങ്കണ്ടം യൂണിയൻ ഡയറക്ടർ ബോർഡ് മെമ്പർ KN തങ്കപ്പൻ ഗുരുദേവ പ്രഭാഷണം നടത്തും. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഓൾ കേരള നോട്ടറി അഡ്വക്കേറ്റ്സ് ഫോറം തെരഞ്ഞെടുപ്പ് നടത്തി. എറണാകുളം ജില്ലാ പ്രസിഡന്റായി ജോണി മെതിപ്പാറ, ജനറൽ സെക്രട്ടറിയായി TK കുഞ്ഞുമോൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ജില്ലാ സമ്മേളനം മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CK അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ഉപജില്ല ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. നിർമ്മല കോളേജ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ജൂനിയർ വിഭാഗം കിരീടം നേടി വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ. തളബീത്ത് സ്കൂളിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയാണ് എബനേസർ കിരീടം നേടിയത്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴ റിവർ ടൂറിസം ഫെസ്റ്റ് 26 മുതൽ 28 വരെ നടത്തപ്പെടും. ലോക ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ടൂറിസം വിഭാഗവും ചേർന്ന് മൂവാറ്റുപുഴ റിവർ ടൂറിസം ഫെസ്റ്റ് സെപ്റ്റംബർ 26, 27, 28 തീയതികളിൽ ത്രിവേണി സംഗമം നടപ്പാതിൽ നടക്കും. ഫെസ്റ്റിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗവും ലോഗോ പ്രകാശനവും ശനിയാഴ്ച വൈകിട്ട് 4 മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാളിൽ നടക്കും. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.